റൂറൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യ വിശാലമായ ഒരു രാജ്യമാണ്. ഇതിന് വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശവുമാണ്. ഏകദേശം 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാന ആവശ്യങ്ങളായ വെള്ളം, വൈദ്യുതി, റോഡ് ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ ലഭ്യമായിട്ടില്ല. ഗ്രാമഭരണം അഥവാ റൂറൽ അഡ്മിനിസ്ട്രേഷന്റെ വലിയൊരു ടാസ്ക് ആണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഭൂമിയുടെയും നികുതിയുടെയും രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുക തുടങ്ങിയവ. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് പോലീസ് സ്റ്റേഷൻ. ഏതെങ്കിലും ഏരിയകളിൽ ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ ആദ്യം എത്തുക പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഒരു പ്രത്യേക സ്ഥലത്ത് ജനങ്ങൾ ജീവിക്കുന്ന ഇടത്തിൽ ഒരു ഏരിയയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ ഉണ്ടായിരിക്കും. ആ പ്രദേശത്ത് ഉണ്ടാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും, കളവുകളും, അപകടങ്ങളും, പരിക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഭൂപ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആയിരിക്കും. എന്തെങ്കിലും തർക്കവിഷയമായി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ടിനെയാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ FIR എന്ന് പറയുന്നത്. ഇനി ഭൂമിയെക്കുറിച്ചുള്ള രേഖകൾ എങ്ങനെയാണ് റൂറൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. വില്ലേജ് പത്വാരിയാണ് ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നത്. വില്ലേജിലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അവ രേഖകളാക്കി സൂക്ഷിക്കുക എന്നതാണ് വില്ലേജ് പത്വാരി വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്വം. ഓരോ ഗ്രാമങ്ങളിലെയും ഭൂനികുതി പിരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും വില്ലേജ് പത്വാരിക്കാണ്. പത്വാരിയെ സഹായിക്കാൻ വേറെയും ഓഫീസേഴ്സ് ഉണ്ട്. റൂറൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യ എന്ന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവയെ വീണ്ടും ജില്ലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലകളെ വീണ്ടും ഗ്രാമങ്ങളായും നഗരങ്ങളായും തിരിച്ചിട്ടുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നിർവഹിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ജില്ലാ കളക്ടറാണ്. തഹസീൽദാരും മറ്റു ഓഫീസേഴ്സും കൂടെ ചേർന്ന് ജില്ലാ കളക്ടറിനെ സഹായിക്കുന്നു. റൂറൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി വന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ലോയാണ് ഹിന്ദു ലോ, അതായത് ഹിന്ദു ആക്ട്, ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം 2005. പ്രാചീന ഇന്ത്യയില് പിതാവിന്റെ സ്വത്തിന് ആൺകുട്ടികൾക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം പെൺകുട്ടികൾക്കും പിതാവിന്റെ സ്വത്തിൽ തുല്യാവകാശം ലഭിച്ചു.